ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സോമശേഖരനെ അങ്ങനെ പ്രതികാരം വീട്ടുന്ന പോലെ സത്യമ്മയെ വന്ന് അറസ്റ്റ് ചെയ്യിച്ച് കൊണ്ടുപോയിരിക്കുവാണ്. ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. പിള്ളച്ചേട്ടൻ പറ, അയ്യോ ശാലിനി കുഞ്ഞെ സത്യാമ്മ എന്നിങ്ങനെ പറയും. ശാലിനി പെട്ടെന്ന് അകത്തോട്ട് ഓടിപ്പോവുകയാണ്. ശാരികയുടെ കുഞ്ഞിനെ ശാലിനിയുടെ കൈ കൊടുത്തിട്ട് ആശ്വസിക്കാമല്ലോ എന്ന് കരുതി വന്ന ഗോപാലകൃഷ്ണൻ നാണ്ട ധർമ്മസങ്കടത്തിൽ നിൽക്കുക. എന്ത് ചെയ്യണമെന്നറിയാതെ. ഇനി ഇവിടെ കാത്തു നിന്നുകൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഗോപാലകൃഷ്ണൻ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിട്ട് പോവുകയാണ്. ശാലിനിയാണെങ്കിൽ അകത്ത് വന്ന് ആർക്കോ ഫോൺ ചെയ്യുവാണ്. ഈ സമയം ശ്യാമ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. ശാന്ത വന്നിട്ട് പറയാം, ശ്യാമേ, നമ്മൾ മറ്റുള്ളവരുടെ നേരെ ഒച്ചയെടുത്താലോ അവർ നമ്മുടെ നേരെ ഒച്ചയെടുത്താലോ പേരുദോഷം വരുന്നത് നമുക്ക് മാത്രമായിരിക്കും. പ്രത്യേകിച്ചും ശാരദാമ്മ കൂടി ഇല്ലാത്ത ഈ സ്ഥിതിക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ശ്യാമയുടെ ആവശ്യമാണ്. വെറുതെ ആളുകളെ കൊണ്ട് എന്തിനാ ശ്യാമേ ഇങ്ങനെ ഓരോന്നും പറയിപ്പിക്കുന്നത്? നിന്റെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റായ കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അത് നിന്റെ മാത്രം തോന്നലുകളാണ്. നിന്റെ തോന്നലുകൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ നീ ശ്രമിക്കുമ്പോഴാണ് ഈ വീട്ടിൽ ശബ്ദം ഉയരുന്നത്. ശാന്തേച്ചി, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, പ്രത്യേകിച്ചും ആ കുഞ്ഞിനെ കാണുമ്പോൾ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല ശ്യാമേ, ജീവിതമാ, തെറ്റുകളൊക്കെ പറ്റാം. പക്ഷേ ആ തെറ്റുകളൊക്കെ തിരുത്തി നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കുമ്പോഴാണ് നമ്മൾ എവിടെയൊക്കെയോ ജയിച്ചു എന്ന് തോന്നുന്നത്. രോഹിത്തപ്പം ശ്യാമയ്ക്കുള്ള ആഹാരവും കൊണ്ട് അങ്ങോട്ട് വരിക. ശ്യാമേ, എന്തെങ്കിലും കഴിക്കണ്ടേ? രോഹിത്ത് എന്തിനാ ഇപ്പം ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് വഴക്ക് പറയുവാണ് രോഹിത്തിനെ. ഇവിടെ കിടന്ന് ഒച്ച വെക്കാനെങ്കിലും നിനക്ക് ആരോഗ്യം വേണമല്ലോ ശ്യാമേ. ആഹാ, അപ്പം ഞാനിവിടെ കിടന്ന് ഒച്ച വെക്കുന്ന നിങ്ങൾക്ക് പ്രശ്നം അല്ലേ? നിങ്ങൾ കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ശ്യാമേ, പ്രശ്നം വേണ്ട. നീ ഭക്ഷണം ഒന്ന് കഴിച്ചേ. എനിക്കങ്ങും വേണ്ട. എന്താ ശ്യാമേ, ഞാൻ കൊണ്ടുവന്നിട്ടാണോ നീ കഴിക്കാത്തത്? എന്നാ ശാന്തേച്ചി, ഇന്നാ ഇത് ശ്യാമയ്ക്ക് കൊടുക്ക് എന്നും പറഞ്ഞ് രോഹിത്ത് ആ ഭക്ഷണം ശാന്തയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ്. നിങ്ങളെന്താ എന്നെ കളിയാക്കുവാണോ? ശ്യാമേ, നിനക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ കഴിക്കണമെന്ന് നിങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ലല്ലോ. എന്നാൽ വേണ്ട, ഇവിടെ ഞാൻ വെക്കുക, നീ വേണമെങ്കിൽ എടുത്ത് കഴിക്കുക എന്നും പറഞ്ഞ് രോഹിത്ത് അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ശ്യാമ ദേഷ്യത്തോടെ ആ ചോറെടുത്ത് ഒരൊറ്റ ഏറ്. എടി ശ്യാമേ, നീ എന്തായി കാണിച്ചത് എന്നും പറഞ്ഞ് രോഹിത്ത് അടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഓങ്ങുക. അപ്പോഴത്തേക്കും ശ്യാമയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ, എന്നെ കൊല്ല്, എന്നെ കൊല്ല്, എനിക്ക് മതിയായി, എനിക്ക് നിങ്ങളോട് ജീവിച്ച് മതിയായി, എന്നെ കൊല്ല് എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് പുറത്തോട്ട് ഓടുകയാണ്. ഓടുമ്പോൾ അവിടെ ഒരു കല്ലേ തട്ടി ശ്യാമയെ അങ്ങനെ കവന്നടിച്ച് വീഴുക. അയ്യോ ശ്യാമയെന്നും പറഞ്ഞ് രോഹിത്തും ശാന്തയും കൂടെ ഓടുകയാണ് അവിടെ പുറകിന്. അപ്പോഴേക്കും ശ്യാമയുടെ ബോധം പോയിരുന്നു. അയ്യോ രോഹിത്ത്, ശ്യാമയുടെ ബോധം പോയല്ലോ, ഞാൻ എളുപ്പം ഒരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞ് ശാന്ത ഓടുവാണ്. ഈ സമയത്താണെങ്കിൽ സത്യഭാമയെ പോലീസ് അറസ്റ്റ് ചെയ്തതറിഞ്ഞ് രാഘവേട്ടനാകെ വട്ടുപിടിച്ച പോലെ നടക്കുക. രാഘവൻ സാറേ, ഇത് എങ്ങോട്ട് പോവുക എന്നും പറഞ്ഞ് പിള്ള പുറയിനോട്, ഒന്ന് പോടാ ഓടുന്നു. സാറേ, നമ്മളങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല, ശാലിനി കുഞ്ഞ് പോയിട്ടുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ ഫാമയെ കാണണം. താൻ വരണമെന്നൊന്നും എനിക്ക് യാതൊരു നിർബന്ധമല്ല. എൻ്റെ അടുത്തോട്ട് വന്നാൽ തൻ്റെ തല ഞാൻ തല്ലിപ്പൊട്ടിക്കും. അപ്പോൾ ബൈക്കിൽ ദാണ്ട ശിവൻ അങ്ങോട്ട് വരുന്നുണ്ട്. പിള്ള പറയാം, ദാണ്ട കുഞ്ഞ് വന്നല്ലോ. എടാ മോനെ വിഷ്ണു, നിൻ്റെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയടാ. ആ സോമശേഖരനാടാ. സത്യാമ്മയെ അറസ്റ്റ് ചെയ്തെന്നോ? അമ്മ എന്ത് തെറ്റായും ചെയ്തത്? എടാ മോനെ വിഷ്ണു, ഏതോ പലിശയ്ക്ക് മേടിച്ചവനെ ആത്മഹത്യ ചെയ്തെന്ന്. എടാ, വല്ലവരും കെട്ടിത്തൂങ്ങിച്ചാത്തതിന് എൻ്റെ ഫാമയെ എന്തിനാ അറസ്റ്റ് ചെയ്തത്? ആരാ പിള്ളച്ചേട്ടാ മരിച്ചത്? അത് കുഞ്ഞെ, ആ കുട്ടിക്കൃഷ്ണനാ. ശിവൻ അപ്പോൾ ഓർക്കുവാണ് കുട്ടിക്കൃഷ്ണൻ്റെ അടുത്ത് പലിശ ചോദിക്കാൻ ചെന്നപ്പോൾ കുട്ടിക്കൃഷ്ണയുടെ പ്രാരാബ്ദം പറഞ്ഞ് കരഞ്ഞതുമൊക്കെ. പൈസയ്ക്ക് കുറച്ച് സാവകാശം വേണമെന്ന് പറഞ്ഞ് കുട്ടിക്കൃഷ്ണൻ ഇവിടെ വന്നിരുന്നു കുഞ്ഞെ. പക്ഷെ പറ്റില്ലെന്ന് സത്യാമ്മ പറഞ്ഞ്. എന്നിട്ട് 2-3 പ്രാവശ്യം സത്യാമ്മ വിളിക്കുകയും ചെയ്തു. പോലീസുകാർക്ക് എന്തെങ്കിലും കേസ് കിട്ടിയാൽ പോരെ. പിള്ളച്ചേട്ടൻ പറഞ്ഞതുപോലെ സത്യാമ്മ ചിലപ്പോൾ കുട്ടിക്കൃഷ്ണനെ വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും തെളിവ് അവരുടെ കയ്യിലുണ്ടാവും. ഞാൻ എന്തായാലും സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ശിവൻ പോകാനൊരുങ്ങുമ്പോൾ സത്യമോളും പപ്പിയും ഓടി വരുവാണ് സ്കൂളിൽ പോകാനായിട്ട്. ശിവനെങ്കിലെ ഇന്ന് കുറച്ച് നേരത്തെ ചെല്ലണമെന്ന് ആ ടീച്ചർ പറഞ്ഞ് അസംബ്ലിയും പ്രയറും ഒക്കെ ഉണ്ട്. എന്നാൽ മക്കളെ, ഞാനിപ്പോൾ ഇല്ല, ശിവനെങ്കിൽ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് സത്യയും പപ്പിയും ശിവനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ജീപ്പിൻ്റെ അടുത്തോട്ട്. പിള്ള പറയുക, എന്നാലൊരു കാര്യം ചെയ്യും കുഞ്ഞെ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് സ്റ്റേഷനിലോട്ട് പോയാൽ മതി. അച്ഛാ, ആ സോമശേഖരനെ എന്നെയും അമ്മയും കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം മറ്റൊന്നുമല്ല, പൈസ വാങ്ങിച്ച് അവൻ തിരിച്ചു കൊടുക്കത്തില്ല. ഇടമോനെ, ശാലിനി ഇപ്പോൾ അവിടെ ഉണ്ട്. പോലീസുകാരൻ്റെ ഒരു കളിയും ശാലിനിയുടെ അടുത്ത് നടക്കത്തില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മോനെ, നീ അവനെ കാണേണ്ട രീതിക്കൊന്ന് കാണണം കേട്ടോ. ആ സോമശേഖരനെ, അവനെ സത്യഭാമയെ അറസ്റ്റ് ചെയ്യണം തീരുമാനിച്ചുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് എൻ്റെ മോൻ അവൻ്റെ മുഖം നോക്കി നല്ലത് കൊടുത്തേക്കണം. അച്ഛാ, അച്ഛൻ പറഞ്ഞതല്ലേ, അത് ഞാൻ ചെയ്തിരിക്കും. അച്ഛാ, എന്നാൽ പിന്നെ ഞാൻ മക്കളെ സ്കൂളിൽ വിട്ടിട്ടേ സ്റ്റേഷനിലോട്ട് പോയിക്കോളാം. എടാ മോനെ, ഞാൻ കൂടെ വരാം. എനിക്ക് ആ സോമശേഖരനോട് 2 പറയണം. അത് വേണ്ടച്ചാ, അയാളെ വേണ്ട രീതിക്ക് ഞാൻ കണ്ടോളാം. ഞാൻ തിരിച്ചു വരുമ്പോൾ സത്യമ്മ ഉണ്ടായിരിക്കും എൻ്റെ ഒപ്പം. വാ മക്കളെ എന്നും പറഞ്ഞ് കുട്ടികളെയും കൊണ്ട് ശിവൻ പോവുകയാണ്.
ശിവനങ്ങളെ സത്യാമ്മയെ പോലീസുകാർ വല്ലതും ചെയ്യുമോ? ഇല്ല മക്കളെ, അങ്കിൾ ഇറക്കിക്കൊണ്ടുവരും. പിന്നെ ശാലിനി അവിടെ ഉണ്ടല്ലോ, അതാണ് അങ്കിളെ ഞങ്ങളുടെ ധൈര്യം. ഞാൻ എന്തോ നോക്കി നിൽക്കുവാടോ പിള്ളേ? തൻ്റെ കയ്യിൽ നിൽക്കുന്ന കുന്ത്രാണ്ട എടുത്ത് താനൊന്ന് വിളിച്ചേ, ശാലിനി ഒന്ന് വിളിച്ചേ, എന്നിട്ട് ഫോൺ ഫാമയ്ക്ക് കൊടുക്കാൻ പറ. എനിക്ക് എൻ്റെ ഫാമയോട് സംസാരിക്കണം. അങ്ങനെ പോലീസ് ജീപ്പിൽ ദാണ്ട സത്യാമ്മ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോമശേഖരൻ സത്യാമ്മയോട് പറ, ഇനി കുറച്ചുനാൾ ഇവിടെ കഴിഞ്ഞാൽ മതി ഡോ, ഇവരെ ആ സെല്ലിലോട്ടാക്കടോ. അങ്ങനെ അവിടെ നിന്ന പോലീസുകാർ സത്യാമ്മ സെല്ലിലാക്കി. എന്തോ വലിയ കാര്യം സാധിച്ച ആ വിജയത്തിലിങ്ങനെ നിൽക്കുവാണ് സോമശേഖരൻ. അപ്പോൾ ശാലിനി സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. ശാലിനി വന്നപ്പോൾ തന്നെ സോമശേഖരനും കൂടെ നിൽക്കുന്നവരൊക്കെ സല്യൂട്ടൊക്കെ ചെയ്ത്, എന്നിട്ടും സോമശേഖരൻ വിജയിച്ച ഭാവത്തിലാണ് ശാലിനിയെ നോക്കുന്നത്. ശാലിനി അവനെ ഒന്ന് നോക്കിയിട്ട് സെല്ലിൽ കിടക്കുന്ന സത്യാമ്മ ഇങ്ങനെ നോക്കുക. സെല്ലിൽ നിന്നുള്ള സത്യാമ്മ ഇങ്ങനെ സങ്കടത്തോടെ ശാലിനി നോക്കുക. ശാലിനി പെട്ടെന്ന് സത്യാമ്മയുടെ അടുത്തോട്ട് വന്നിട്ട് സത്യാമ്മേ എന്ന് വിളിക്കുക. എന്നിട്ട് ശാലിനി ദേഷ്യത്തോടെ സോമശേഖരൻ്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താ സോമശേഖര, എനിക്ക് സത്യാമ്മയെ ജാമ്യത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? മാഡം, സത്യഭാമ നടത്തിയിരുന്ന പണമിടപാടിന് ലൈസൻസ് ഇല്ല. അപ്പോൾ ഇത്രയും നാളും സത്യാമ്മ ചെയ്തുകൊണ്ടിരുന്നത് നാടിനെയും നാട്ടുകാരെയും വഞ്ചിക്കുമായിരുന്നു. അതുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടില്ല. നാളെ കോടതിയിലാക്കും. അപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. അതും സത്യാമ്മയ്ക്കെതിരെ തെളിവുകളുണ്ടെങ്കിൽ അതും പ്രയാസമായിരിക്കും. അപ്പോൾ എഴുതി പിടിപ്പിക്കുന്ന ആ രീതിക്കായിരിക്കും അല്ലേ സോമശേഖര? അത് മാഡം, നിയമം പറയുന്ന രീതിയിലാണ് ഞാൻ പോകുന്നത്. മേഡം എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു തെറ്റിദ്ധാരണയില്ല. സോമശേഖരൻ്റെ വഴിയിൽ തന്നെ അങ്ങ് സഞ്ചരിച്ചോ. ഞാൻ എനിക്കറിയാവുന്ന വഴികളിലൂടെ സഞ്ചരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശാലിനി പുറത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ശാലിനി പുറത്ത് വന്നിട്ട് CA റസാക്കിനെയാണെന്ന് തോന്നുന്നു വിളിക്കുന്നത്. കിട്ടുന്നില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന പോലീസുകാരനെ ചോദിക്കുന്നത്, CA റസാക്ക് സ്ഥലത്തില്ലേ? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. റസാഖ് സാർ ഇവിടെ ഇല്ല മാഡം, പൂനെയിലൊരു കേസന്വേഷണത്തിനായിട്ട് പോയിരിക്കുക. അപ്പോൾ അഹങ്കാരത്തോടെ അങ്ങോട്ട് സോമശേഖരൻ വന്നിട്ട് ശാലിനിയോട് പറയാം, മാഡം ഇതെല്ലാ വഴികളും അടച്ചുകൊണ്ടുള്ള സോമശേഖരൻ്റെ ഒരു പൂട്ടാണ് മാഡം. സോമശേഖരൻ്റെ ഒടുക്കത്തെ പൂട്ട്. ഈ പൂട്ട് തുറന്ന് ഇവരെ രക്ഷിക്കാൻ ആണായി പറഞ്ഞവരാരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ. വന്നാൽ കടകാലിട്ടടിക്കും. ആ രീതിക്കാണ് ഇതിൻ്റെ FIR തയ്യാറാക്കുന്നത്. സോമശേഖര, ഇത് തൻ്റെ ജയവാട്ടൊന്നും താൻ കരുതണ്ട. ഇത് തൻ്റെ കലികാലമാണ്. തന്നെ ഉടലോടെ വിഴുങ്ങാൻ പാകത്തിനുള്ളവർ ഈ ഭൂമിയിലുണ്ടെന്ന് താനൊന്ന് ഓർത്തോ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണല്ലോ മാഡം. അതുകൊണ്ട് മാഡം ഒരു ദിവസത്തേക്കൊന്ന് ക്ഷമിക്കണം. നാളത്തെ നടപടിക്രമങ്ങൾക്ക് ശേഷം സത്യഭാമയെ കോടതിയിൽ ഹാജരാക്കും. നടപടിക്രമങ്ങൾ എത്രത്തോളം വേഗത്തിലാക്കാമോ അത്രത്തോളം വേഗത്തിലാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നോളാം. ആ ഒരു ഉറപ്പ് ഞാൻ മാഡത്തിന് തന്നോളാം. സോമശേഖരൻ്റെ നടപടിക്രമങ്ങൾക്ക് എത്രത്തോളം വേഗതയുണ്ടെന്നൊക്കെ എനിക്ക് ഊഹിക്കാം. എന്തായാലും നാളെ കോടതി പിരിയുന്നതിന് മുമ്പ് സത്യാമ്മയെ താൻ കോടതിയിൽ ഹാജരാക്കുമല്ലോ. ഞാനും അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ സോമശേഖരൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. യോ മാഡം, ഇത് മുകളിൽ നിന്നാണ്, വളരെ അർജൻറ്റ് എന്നും പറഞ്ഞാൽ വാണം വിടുന്ന പോലെ അകത്തോട്ട് ഓടിപ്പോവുക. അപ്പോൾ അനു ശാലിനിയെ വിളിച്ചിട്ട് പറയുന്നത്, മാഡം ആശ്രമത്തിൽ നിന്ന് ജഗദീപ് വിളിച്ചിരുന്നു. സത്യാമ്മയുടെ അറസ്റ്റ് അടക്കം നേതൃത്വം നൽകിയിരിക്കുന്നത് സുസ്മിതയുടെ നേതൃത്വത്തിലാണ്. സോമശേഖരൻ സുസ്മിതയുടെ ചരടുവലിക്ക് ഒത്താശ ചെയ്യുന്ന ആളാണ് മാഡം. സുസ്മിതയുടെ ചട്ടുകമാണവൻ. അങ്ങനെ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കിയിട്ട് ശാലിനി പെട്ടെന്ന് അകത്തോട്ട് കയറി ചെല്ലുക. വലിയ വീറും വാശിയോടെ സോമശേഖരൻ സുസ്മിതയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സുസ്മിതയുടെ ഫോണായിരുന്നു അവന് വന്നത്. സോമശേഖരൻ സുസ്മിതയോട് പറയാം, ഞാൻ സ്റ്റേഷൻ ജാമ്യം പോലും കൊടുക്കാതെ അകത്ത് പിടിച്ചിട്ടിരിക്കുക. കാണണോ? ആ കാഴ്ചയൊന്ന് കാണണോ? വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നിങ്ങനെ പറയുകയും താണ്ട മുന്നിൽ നിൽക്കുന്ന ശാലിനി. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു തൻ്റെ പിന്നിലൊരാളുണ്ടെന്ന്. അതിപ്പോൾ ആരാണെന്ന് താൻ തന്നെ എനിക്ക് കാട്ടിത്തരികയും ചെയ്തു. എന്നിട്ട് ശാലിനി സോമശേഖരൻ്റെ ഇങ്ങനെ ഫോണിങ്ങ് വാങ്ങിച്ചിട്ട് നോക്കുമ്പോൾ വീഡിയോ കോളിൽ നിൽക്കുമായിരുന്നു സുസ്മിത. അപ്പോൾ ഇതെല്ലാം നിൻ്റെ പണിയായിരുന്നല്ലേടി? കാഷായ വേഷം ധരിച്ചുള്ള കരിങ്കാലിപ്പണി. സുസ്മിതയോ സോമശേഖരനോ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അവിടെ നടക്കുമെന്ന്. സുസ്മിതയുടെ അഹങ്കാരത്തിന് ഒരു കുറവില്ല. അവൾ പറയാം, കുലം മുടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവൾക്ക് വേഷത്തിൻ്റെ കാര്യത്തിലാണോ ഒരു പ്രയാസം? ഞാൻ ചെയ്യുന്നത് എൻ്റെ കർമ്മമാണ്. നിനക്കൊക്കെ പട്ടട ഒരുക്കുന്നതാടി എൻ്റെ കർമ്മം. ഓരോരുത്തരെയായിട്ട് ഞാൻ അതിൽ വെക്കും, എന്നിട്ട് പച്ചയ്ക്ക് കത്തിക്കും. എൻ്റെ ജീവിതം തകർത്ത നിൻ്റെയൊക്കെ കുടുംബത്തോട് കാണിച്ചുകൊണ്ട് അങ്ങനെ അഗ്നിസാക്ഷിയായിട്ടുള്ളൊരു ദർപ്പണം. അതിനി ഒരുപാട് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോന്നോരോന്നായിട്ട് ദാണ്ട ഇതുപോലെ ഞാൻ ഇങ്ങെടുക്കും. ആദ്യം നറുക്ക് വീണത് പാവ സത്യാമ്മയ്ക്കാണെന്ന് മാത്രം. എടി സുസ്മിതേ, നീ കളിക്കുന്ന തീക്കളിയാ. തീക്കമ്പുകൊണ്ടാണ് നീ പുറംചൊറിയാൻ പോകുന്നത്. നിനക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തത്ര ഉയരത്തിലാണ് ഞാനിപ്പോൾ. പഴയ ശാലിനി ഒരുപക്ഷെ എൻ്റെ കുതന്ത്രങ്ങൾക്ക് പകച്ചു നിന്നിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പം നീ എൻ്റെ ആവേശം കണ്ടുകൊണ്ട് എൻ്റെ മുന്നിലെങ്ങാനും വന്നാൽ
നീ ചിന്തിക്കുന്നതിനപ്പുറം എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഒന്നുകൂടി ഞാൻ പറയുക, നീ ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നീ കളിയിൽ ഇറങ്ങാവൂ. അല്ലെങ്കിൽ നീ ഇപ്പോൾ അണിഞ്ഞിരിക്കുന്ന ഈ കാഷായ വേഷത്തിന് പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഒരുപാട് യുദ്ധത്തിൽ പരാജയങ്ങൾ നേരിട്ടവൻ്റെ മനസ്സ് പിന്നെ പോയി നിൽക്കുന്നത് എവിടാണെന്നറിയോ? ചാവേറില്ല. സ്വയം അങ്ങ് ഒടുങ്ങിയിട്ടാണെങ്കിലും ശത്രുവിൻ്റെ ജീവൻ എടുക്കുക. അങ്ങനെ തയ്യാറായി വന്ന ഈ സുസ്മിതയെ നീ ആയുസിൻ്റെ കണക്ക് പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും വരല്ലേ. ഒരൊറ്റ ജീവിതമേ സുസ്മിതയ്ക്കുള്ളൂ. അതുപോലെ തന്നെ ഒരൊറ്റ ലക്ഷ്യവും, നിന്റെ ഒടുക്കം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ ഇന്നു മുതൽ വേണമെങ്കിൽ കൗണ്ട് ഡൗൺ തുടങ്ങിക്കോ. നിന്റെ ആയുസ് എടുക്കാനുള്ള കൊലക്കയറുമായി നിന്റെ പിന്നിൽ ഞാനുണ്ടാവും. ഈ സുസ്മിത എടി, നിന്നെ ജീവിപ്പിക്കുന്നത് നിന്റെ നാവിൻ്റെ ബലവാ സുസ്മിതേ. പക്ഷേ ഞാൻ ജീവിക്കുന്നത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ പുറത്താണ്. ഞാൻ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുമ്പോൾ നീ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരുടെ സർവനാശമാണ്. നമുക്ക് നോക്കാം സുസ്മിതേ, നന്മയാണോ തിന്മയാണോ ജയിക്കുന്നത്. വരട്ടെ ശാലിനി, അതൊക്കെ നമ്മൾ തമ്മിൽ നേരിട്ടുള്ള യുദ്ധം വരട്ടെ. അതിനു മുൻപ് നിനക്ക് ചുറ്റുമുള്ള പടയാളിക്കൂട്ടങ്ങളെ ഇല്ലാതാക്കേണ്ടതേ എൻ്റെ ആവശ്യമായി പോയില്ലേ? അതിനുവേണ്ടി ഇങ്ങനെ ഓരോന്നായി ഇങ്ങനെ എടുത്തോളാം. എടി സുസ്മിതേ, അതിനുവേണ്ടി നിനക്ക് മനസ്സും ആരോഗ്യവും ആയുസ്സും ഉണ്ടാകട്ടെ എന്ന് ഞാനങ്ങ് പ്രാർത്ഥിച്ചോളാം. എന്നാൽ നമുക്ക് കാണാം ശാലിനി. എങ്കിലേ സുസ്മിതേ, അത് നിനക്ക് ആയുസ്സുണ്ടെങ്കിൽ മാത്രം. അങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുവാണ്. ഇതൊക്കെ സത്യാമ്മ നിന്ന് കേൾക്കുന്നുണ്ട്, സോമശേഖരനെയും കേൾക്കുന്നുണ്ട്. ശാലിനി സോമശേഖരനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. എടോ സോമശേഖര, അവളുടെ ആയുധമായിട്ട് താൻ നിൽക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷേ അത് തിരിഞ്ഞ് തൻ്റെ കഴുത്തിന് നേരെ വരാതിരുന്നാൽ കൊള്ളാം. പത്മാസുരന് വരം കൊടുത്ത ശിവഭഗവാന്റെ കഥയെ ആ ഫോണിലൊന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ശാലിനി സത്യാമ്മ നിൽക്കുന്ന സെല്ലിനടുത്തോട്ട് വരിക. മോളെ എന്ന് സങ്കടത്തോടെ സത്യാമ്മ വിളിക്കുക. സത്യാമ്മ വിഷമിക്കരുത്. നാളെ കോടതിയിൽ സത്യാമ്മയെ ഹാജരാക്കുമ്പോൾ സത്യാമ്മയെ അവിടുന്ന് ജാമ്യത്തിൽ ഇറക്കിയിരിക്കും ഈ ശാലിനി. ഇത് ഈ ശാലിനിയുടെ ഉറപ്പാണ്. വീണ്ടും സത്യാമ്മയുടെ കൈക്ക് പിടിച്ചിട്ട് പറയുന്നു, സത്യാമ്മയുടെ ശാലിനിയുടെ ഉറപ്പ്. രാഘവേട്ടൻ ഒരു സ്വസ്ഥതയല്ല. പിള്ളയുടെ നേരെ അങ്ങ് ചൂടാവുക. എടോ, പലിശയ്ക്ക് കൊടുക്കുന്നവരെ എല്ലാവരെയും പോലീസ് ഇങ്ങനെ പിടിച്ചോണ്ട് പോവുകയാണെങ്കിലേ ആദ്യം പിടിക്കേണ്ടത് പ്രൈവറ്റ് ബാങ്കുകാരെയല്ലേ. അവരല്ലേ കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുത്തിട്ട് ജനങ്ങളെ കൊല്ല ചെയ്യുന്നത്. അത് രാഘവൻ സാറേ, ആ മരിച്ച കുട്ടിക്കൃഷ്ണൻ എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെന്നല്ലയോ അവർ പറയുന്നത്. എടോ, എന്തോന്ന് എഴുതി പിടിപ്പിക്കാനേ? ഇതുപോലെ കാശ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കാശ് ചോദിക്കുമ്പോഴേ അങ്ങ് ചത്താൽ മതിയല്ലോ. കാശ് കൊടുത്ത് സഹായിച്ചവർ ഇതുപോലെ കുടുങ്ങുകയും ചെയ്യും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? പാവം എൻ്റെ ഫാമ ആകെ വിഷമിച്ച് നിൽക്കുവാർ. എടോ, താൻ എന്തോടെ ഇങ്ങനെ കുന്തം പിടിക്കുക പോലെ നിൽക്കുന്നത്? ആ ഫോണെടുത്ത് താനെങ്കിലും ഒന്ന് വിളിയടോ. എൻ്റെ ഫാമയുടെ കാര്യം എന്തായെന്ന് ചോദിച്ചറിയടോ. അല്ലെങ്കിൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്നതാണ് എൻ്റെ ഫാമ. എൻ്റെ സാറേ, ഞാൻ പറഞ്ഞില്ലേ, സ്റ്റേഷനിൽ നിന്ന് ആ സോമശേഖരൻ ജാമ്യം കൊടുത്തില്ല. ശാലിനി കുഞ്ഞ് വക്കീലിനെ കാണാൻ പോയിട്ടുണ്ട്. ഇനി അതെന്തായാലും ശാലിനി കുഞ്ഞ് വന്നിട്ട് എന്തായെന്ന് പറയാൻ പറ്റും. ആ സമയത്ത് ശാരികയുടെ കുഞ്ഞ് കിടന്ന് കരയുക. രാഘവൻ നായർ ആകെ ടെൻഷന് നിൽക്കുക. പൊന്നി, എടി പൊന്നി, നീ എവിടെ പോയി? ആരുമില്ലേ ആ കുഞ്ഞിൻ്റെ വായ നടപ്പിക്കാൻ? അല്ലെങ്കിൽ തന്നെ മനുഷ്യനുടെ പ്രാന്ത് പിടിച്ച് കിടക്കും. എടി പൊന്നി. അപ്പോൾ പൊന്നി അങ്ങോട്ട് ഓടി വരാം. നീ ആ കൊച്ചിനെടുത്ത് പുറത്തെങ്ങോട്ടെങ്കിലും പോകും. അയ്യോ സാറേ, കഞ്ഞി അടപ്പത്ത് കിടക്കുക. അവിടെ നിന്നില്ലെങ്കിൽ കഞ്ഞി തിളച്ച് പോകും. കഞ്ഞി കുടിച്ചില്ലേലും സാരമില്ല. ആ കൊച്ചിൻ്റെ കരച്ചിൽ അതിനീ വീട്ടിൽ കേൾക്കരുത്. നോക്കി നിൽക്കാതെ പോയി ആ കൊച്ചിനെ എടുക്കടി. പൊന്നി പെട്ടെന്ന് ഓടിപ്പോവാ. പിള്ള പറയാം, സാറേ, ഇതൊരു വല്ലാത്ത ജാതക പ്രശ്നമുള്ള കൊച്ചാ. ഈ കൊച്ചി ജനിച്ചതേ വശപ്പശകില്ല, അതിലൊരു സംശയവും വേണ്ട. അതെന്താടോ പിള്ളേ താൻ അങ്ങനെ പറഞ്ഞു? സാറേ, ഞാനത് പറയുമ്പോൾ സാറ് വിചാരിക്കും എനിക്ക് ആ കൊച്ചിനോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ട്. അയ്യോ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യം സാറൊന്ന് ശ്രദ്ധിച്ചാൽ അപ്പോൾ സാറിന് കാര്യം മനസ്സിലാവും. ഈ കുട്ടി വയറ്റിൽ ജന്മം എടുത്തപ്പോൾ തന്നെ ആ കുട്ടിയുടെ മുത്തശ്ശി ശാരദാമ്മയ്ക്ക് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നോ? കുടുംബശ്രീ വീടിൻ്റെ നെടുന്തൂണായ ശാരദാമ്മയെ വരെ ഇറക്കി വിട്ടിട്ട ഈ കൊച്ചിൻ്റെ വരവ്. അപ്പോൾ ഫ്രണ്ട്സ്, പിള്ള അങ്ങനെ പറഞ്ഞപ്പോൾ രാഘവേട്ടൻ ആകെ അങ്കലാപ്പിലായി. അകത്തോട്ട് എത്തി നോക്കുവാണ് ആ കുഞ്ഞിന്. പാവം, ആ കുഞ്ഞ് എന്ത് പിഴച്ചു. ഇതിങ്ങനെ അന്ധവിശ്വാസം പറഞ്ഞു വരുത്തുന്നത് ഓർക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നുണ്ട്. ഒരു പാവവും ചെയ്യാതെ ഒന്നും അറിയാതെ ഭൂമിയിൽ വന്ന് പിറന്നു വീണ മാലാഖ കുഞ്ഞല്ലേ അത്. ഇനി ശാലിനി എന്തൊക്കെ പോരാടിയാണ് സത്യാമ്മയെ കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ കൊണ്ടുവരുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.